ഇഫ് അന്ന് +1, +2 പഠിക്കുന്ന യങ്ങർ സെൽഫിനെ എനിക്കിപ്പോൾ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഒരു 10 കാര്യങ്ങളായിരിക്കും ഞാൻ അവർക്ക് അഡ്വൈസായി പറഞ്ഞു കൊടുക്കുക. അതിലൊന്നാമത്താണ് ടൈം മാനേജ്മെൻറ്റ്. വാട്ട് ഗെറ്റ്സ് മെഷേർഡ് ഗെറ്റ് മാനേജ്ഡ് എന്ന് കേട്ടിട്ടില്ലേ? അന്ന് പഠിക്കുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ആ ഒരു ഫ്ലോൻ്റെ ഒപ്പം ഇങ്ങനെ പോവുകയാണ്. സ്കൂളിൻ്റെ ടൈമിൽ സ്കൂളിൽ പോവും, അത് കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യും. ജസ്റ്റ് സ്പെസിഫിക്കലി ടൈമിനെ മെഷർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ബട്ട് നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ നെക്സ്റ്റ് ഡേക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളാണോ ചെയ്യാനുള്ളത്, ആ ടാസ്കുകൾ വിത്ത് ടൈം വിത്ത് ലൊക്കേഷൻ നമുക്ക് പ്രീവിയസ് നൈറ്റിൽ നമ്മൾ ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നമ്മൾ ആ നെക്സ്റ്റ് ഡേ വേസ്റ്റ് ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു ടൈമിൽ ഇന്ന ആക്ടിവിറ്റി ചെയ്യണം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടുപിടിക്കും. സ്ക്രോളിങ്ങോ അല്ലെങ്കിൽ വെറുതെ ഗെയിം കളിച്ചോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യും. ബട്ട് നമ്മൾ ആ ഒരു സമയം ആ ഒരു ലൊക്കേഷനും മെൻഷൻ ചെയ്തിട്ട് ആ ഒരു ആക്ടിവിറ്റി തലേ ദിവസം ആ ഒരു ഡേറ്റോട് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ ഒന്നുകൂടി ടെൻഡൻസി ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജിമ്മിൽ ഞാൻ വർക്കൗട്ട് ചെയ്യും. അവിടെ ലൊക്കേഷനുമായി ടൈമുമായി, ഇത് അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നതാണ്. ലൊക്കേഷനും ടൈമും വെച്ചിട്ട് നമ്മളൊരു ഹാബിറ്റ് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് തിങ് ഈസ് ദ ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് സ്ലീപ്പ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാധനമാണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് അന്ന് അറിയില്ല, ഉറക്കത്തിൻ്റെ പ്രാധാന്യം അറിയില്ല. ജസ്റ്റ് ഒരു എക്സാമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു ദിവസം സ്ലീപ്പ് 90% അല്ലെങ്കിൽ ഫുള്ള് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ക്രാം ചെയ്യും, അതങ്ങനെ കാണാപ്പാടം പഠിക്കും. എന്നിട്ട് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോയി സംഭവം തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉറങ്ങാത്തതുകൊണ്ട്, എന്നിട്ട് പോയി പരീക്ഷ എഴുതും. അങ്ങനെ ഒരു സ്വഭാവം വരും. അതിന് പകരം ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും, ഡെയിലി ഒരു 7 to 8 hours കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറങ്ങണം എന്ന് പറയും. കാരണം നമുക്ക് ഒരു കാര്യം എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കണമെങ്കിലും ആ പഠിച്ചത് നമ്മളെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിലും നമുക്ക് സ്ലീപ്പ് ഭയങ്കര അത്യാവശ്യമാണ്. സോ ഒരു ദിവസം 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. പഠനം ആ ഒരു ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. ഇൻസ്റ്റെഡ് ഓഫ് എക്സാമിൻ്റെ തലേന്ന് നന്നായിട്ട് ക്രാം ചെയ്യുന്നതിന് പകരം, സ്ലീപ്പ് കളഞ്ഞാണ്ട് ക്രാം ചെയ്യുന്നതിന് പകരം ഡെയിലി 7 to 8 hours സ്ലീപ്പ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു 1-2 മണിക്കൂർ എപ്പോഴാണോ പഠിക്കുന്നത് അപ്പോൾ പഠിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് സ്ലീപ്പ്. ദെൻ ദ തേർഡ് തിങ്, മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുക, സ്റ്റോപ്പ് സ്റ്റഡിങ് റൈറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്. നമ്മളോട് കുറേ ആൾക്കാർ പറയുന്ന സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻ ഫുഡ് എന്നൊക്കെ. മേ ബി, ഐ ഡോണ്ട് നോ. കാരണം ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ പഠിച്ച ആളാണ്. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ പഠിച്ച ആളാണ്. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്റ്റിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്നുണ്ട്. ബട്ട് നൗ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളോട് റെക്കമെൻഡ് ചെയ്യാനുണ്ടാവും ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പഠിക്കാമായിരുന്നു, നല്ല ഫുഡ് കഴിച്ചിട്ട് പഠിക്കാമായിരുന്നു എന്നുള്ളതൊക്കെ. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഒരു മണ്ടത്തരമാണ്. നമ്മൾ ഫുഡ് നല്ലൊരു ഹെവി മീൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ, നമ്മുടെ എനർജി എന്തിനായിരിക്കും യൂസ് ചെയ്യുക? നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുമോ, ഫോക്കസ് കിട്ടുമോ? ഇല്ല. നമ്മളവിടെ ഡൈജഷന് വേണ്ടിയായിരിക്കും എനർജി യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഉറക്കമൊക്കെ വന്ന് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം അവിടെ ഭയങ്കര എനർജി വേണം നിങ്ങൾ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രീം ഫോക്കസ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഒരു ലൈറ്റ് മീല്, കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ ലൈറ്റ് മീൽ എന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം ഫുഡ് കഴിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ഫോർ ബ്രെയിൻ. അതെന്താ ബ്രെയിന് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ബോഡിക്ക് വേണ്ടിയല്ലേ? മെയിൻലി അത് ബോഡിക്കാണെങ്കിലും ഇറ്റ് ആൾസോ എഫക്ട്സ് അവർ മെൻ്റൽ ഹെൽത്ത്. അതായത് ഒരു ഹെവി വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരാൾ നല്ലൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യുവർ മൂഡ് ജനറലി ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളൊരു ഹാപ്പി മൂഡിലേക്ക് വരും. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അത് വർക്കൗട്ട് ചെയ്ത ഒരാൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുത്തുകാണ്ട് ചെയ്യുന്ന എന്തോ സംഭവം പോലെ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് പൈസ കിട്ടാതെ നമ്മൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ആയിരിക്കും അത് ചെയ്യാത്ത ആൾക്കാർ ചിന്തിക്കേണ്ടവ. ബട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റും, ഇറ്റ് റിയലി ഇംപ്രൂവ്സ് അവർ മെൻ്റൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫിസിക്കൽ ആക്ടിവിറ്റി 1-2 മണിക്കൂർ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈഫിലുള്ള ഒരുപാട് സ്ട്രെസ് നമുക്ക് കുറക്കാൻ പറ്റും. നമ്മളൊന്നുകൂടി കൂടുതൽ ഒരു ഹാപ്പിയർ മൂഡിലായിരിക്കും. പിന്നീട് ഞാൻ കുറച്ച് ഈ അടുത്തൊക്കെ ആയിട്ട് പഠിച്ച സംഭവങ്ങളാണ്, ഈ ഫിറ്റ്നസ് ഫീൽഡൊക്കെ ഇറങ്ങിയതിന് ശേഷം പഠിച്ച സംഭവങ്ങളാണ് ന്യൂട്രീഷനെ കുറിച്ച്. അന്നത്തെ ആ ടൈമിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഉച്ചയ്ക്ക് ചിലപ്പോൾ എന്തായിരിക്കും, പൊറോട്ട തിന്നാൻ പോലും പുറത്തേക്ക് അങ്ങനെ ആയിരിക്കും കൂടുതൽ ദിവസം. പല ആൾക്കാരും സ്കൂൾക്ക് ഫുഡ് കൊണ്ടുവരലില്ല. അന്ന് ന്യൂട്രീഷനെ കുറിച്ചൊന്നും അറിയില്ല.
ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മുടെ വയറ് നിറയാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ബട്ട് ന്യൂട്രീഷൻ അഫക്ട്സ് യുവർ ബ്രെയിൻ, യുവർ ഫോക്കസ്, യുവർ എവറിത്തിങ്. ഈ ഷുഗറി ഫുഡും നമ്മളെ സ്ലഗ്ഗിഷ് ആക്കുന്ന ടൈപ്പ് ഫുഡും ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുന്നതിന് പകരം ഹോൾ ഫുഡുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഞാൻ പറയും. ഹോൾ ഫുഡുകൾ എന്ന് പറയുമ്പോൾ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾ, അതായത് എഗ്ഗ്, മീറ്റ്, മിൽക്ക്, ഫിഷ്, അതേപോലെ ഫ്രൂട്ട്സ്, അൺപ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ്, ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വരും. ഈ ഷിറ്റി ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഫോഗ് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരുമാതിരി ഒരു മന്ദപ്പ് എന്നൊക്കെ പറയുമല്ലോ. ബട്ട് വെൻ യു ഈറ്റ് ഹോൾ ഫുഡ്സ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാരിറ്റി ഉണ്ടാവും, കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ബ്രെയിൻ ഹെൽത്ത് ആൾസോ, യുവർ ഓവറാൾ ഹെൽത്ത് ആൾസോ, യുവർ ബ്രെയിൻ ഹെൽത്ത് ആൾസോ. അടുത്ത ടിപ്പ് പറഞ്ഞു കൊടുക്കാനുള്ളത്, നമ്മൾ കൂടുതൽ പോർഷൻസും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ആണ് ചെയ്യേണ്ടത്, അല്ലാതെ മെമ്മറൈസ് അല്ല ചെയ്യേണ്ടത്. ദാറ്റ്സ് എ മിസ്റ്റേക്ക് അന്നൊക്കെ ചെയ്തിരുന്നത്. എന്താണോ അത് കൺസെപ്റ്റ്, അത് എന്തിനാണ് പഠിക്കുന്നത്, അതെന്താണെന്നുള്ളത് സ്വയം ഡിഫൈൻ ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് പകരം ജസ്റ്റ് അതന്നെ കാണാപ്പാഠം പഠിക്കും എക്സാമിന് എഴുതാന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ, ദ ടൈം വി റൈറ്റ് ദ എക്സാം, ആ സംഭവം ഞാൻ മറന്നു. അത് സംഭവിക്കില്ല. കാരണം ആ എക്സാമിന് വേണ്ടി അത് കാണാപ്പാഠം പഠിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി, ഇത് എന്തിനാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ കുറേ കാലം അത് നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ അതൊരു കഷ്ടപ്പെട്ട് പഠിക്കുന്ന പോലെ നമുക്ക് തോന്നില്ല. ഈവൻ ദോ എനിക്ക് നല്ല മാർക്കുകൾ കിട്ടിയിട്ടുണ്ട് +1 +2. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ആ ഒരു +1 +2 എക്സാം ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ആ കാര്യങ്ങളൊക്കെ മറന്നു. കാരണം എക്സാമിന് വേണ്ടി ഒരു ഷോർട്ട് ടേം പഠിത്തം എന്നുള്ള രീതിയിലാണ് അത് കാണാപ്പാഠം പഠിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ എന്ത് പഠിക്കണം, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താണ്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഏഴാമത്തെ ഒരു കാര്യമാണ്, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. ഞാൻ ഇപ്പോഴാണ് പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നത്. മാരത്തോൺ ആയിക്കോട്ടെ, സ്പ്രിൻറ്റിങ് ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ ജിം ആയിക്കോട്ടെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ ട്രൈ ചെയ്യണത് ഈ ഒരു ടൈം പീരീഡിലാണ്. ബട്ട് ഐ വിൽ റെക്കമെൻഡ് അന്ന് മുതലേ അത് ചെയ്തു തുടങ്ങാം. സോ യു വിൽ ഫൈൻഡ്, നിങ്ങളുടെ കുറേ ആൾക്കാർ പറയുന്ന കംപ്ലൈൻ്റ് ആണ്, ബ്രോ എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രോ എൻ്റെ പാഷൻ എന്താണെന്ന് അറിയില്ല, ബ്രോ ഞാൻ എന്താ എടുക്കേണ്ടത്, ഞാൻ ഇതെടുക്കണം അതെടുക്കണം. ലൈക്ക് ഞാനല്ലാതെ പറയേണ്ട ആൾ. യു ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്, ഡു ട്രയൽ ആൻഡ് എറർ. അതിന് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ ക്ലിക്ക് ആവും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്, ഇതെനിക്ക് എഫേർട്ട് ഇട്ടിട്ടും എഫേർട്ട് ഇടുന്ന പോലെ തോന്നുന്നില്ല, ഇത് പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഈവൻ ദോ അതിൽ കുറച്ച് ചലഞ്ചസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇറ്റ് ജനറലി ഇൻട്രസ്റ്റ് മീ എന്നുള്ള കാര്യം മനസ്സിലാവും. ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. എയ്ത്ത് വൺ ഈസ്, എട്ടാമത്തെ സംഭവമാണ്, ഹവേഴ്സ് സ്റ്റഡീഡ് ഈസ് നോട്ട് ഈക്വൽ ടു നോളജ് ഗെയിൻഡ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഓൾ ഹവേഴ്സ് ആർ നോട്ട് ഈക്വൽ. അതൊരു സംഭവം. അതായത് ഏതൊരാളെ സംബന്ധിച്ചും ഈ ലോകം അവരുടെ എനർജി ഡിമാൻഡ് ചെയ്യാത്ത സമയങ്ങൾ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ്സ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സ് ആണ്. അപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉറങ്ങി അവിടെ ടെക്സ്റ്റോ മെസ്സേജുകളോ കോളിങ്ങോ കാര്യങ്ങളൊന്നും വരാതെ നമുക്കൊന്ന് ഫോക്കസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൈമുകൾ എന്ന് പറയുന്നത്. നോർമൽ മോർണിംഗ് ടു ഈവനിങ് എന്നൊക്കെ പറയുന്നത് ആകെ ബിസി ഷെഡ്യൂൾ ടൈമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാതിരിക്കുന്ന ടൈം നിങ്ങൾക്ക് ഫുള്ള് ഡിസ്ട്രാക്ഷൻ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഫോണൊക്കെ നോക്കി, ഇടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് ഓരോ വിളികളൊക്കെ വന്ന്, ചിലപ്പോൾ കോളൊക്കെ വന്ന്, ഇങ്ങനെ ഓരോ പരിപാടിയിലിരുന്ന് ഇടയ്ക്ക് പഠിക്കും, ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ, ഇടയ്ക്ക് പഠിക്കും, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5-6 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു മണിക്കൂർ പഠിക്കേണ്ട നോളജൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, കയറിയിട്ടുണ്ടാവുള്ളൂ. അതേസമയം ഒരാൾ ആ റൂം ലോക്ക് ചെയ്ത് ഒരു നോട്ടിഫിക്കേഷനോ കോളുകളോ ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇത്ര ടൈം ഞാൻ പഠിക്കുകയാണ്, ഇന്നെ ആരും ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1-2 മണിക്കൂർ ഫുൾ ഫോക്കസിൽ പഠിച്ച ഒരാൾക്ക് ഈ 5-6 മണിക്കൂർ പഠിച്ച ആളെയും കാട്ടും ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ഹവേഴ്സ് യു സ്റ്റഡി ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഹൗ എഫിഷ്യൻ്റ്ലി ആർ യു സ്റ്റഡിങ്, അതാണ് അവിടെ വിഷയം. ഞാൻ 9ാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇന്ന് ഈ സമയങ്ങളിൽ, ഈ കഴിഞ്ഞു പോയ കുറച്ച് സമയങ്ങളിലും ഇപ്പോഴും എന്നെ സഹായിക്കുന്ന ഒരു സംഭവമാണ്, അത് ലൈഫ് ലോങ് എപ്പോഴും സഹായിക്കുന്ന ഒരു സംഭവമാണ്. വിഷ്വലൈസ് സക്സസ് വെൻ ഇറ്റ് ഈസ് ഹാർഡ്. ലൈക്ക് ലൈഫ് ഈസ് നോട്ട് ഈസി. ഒരുപാട് ചലഞ്ചസ് വരും, പ്രശ്നങ്ങൾ വരും, ഒരു റിസൾട്ടും വരുന്നില്ല എന്ന് തോന്നും, ക്വിറ്റ് ചെയ്യാൻ തോന്നും, നിർത്തിപ്പോയാലോ അതുകൊണ്ട് ഒരു മെച്ചമില്ല എന്നൊക്കെ തോന്നും. ആ ഒരു സമയങ്ങളിൽ നിങ്ങളെ പുഷ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്, വിഷ്വലൈസ് യുവർ സക്സസ്. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും എനിക്ക് ഹാർഡ് ടൈംസ് വരുമ്പോഴും ഇപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണിത്. ഐ വിൽ വിഷ്വലൈസ് അന്ന് ഞാൻ എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യുക, ഭാവിയിൽ എനിക്ക് വരുന്ന സക്സസ്, ഗ്രോത്ത്, മേ ബി ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, മണി, വെൽത്ത്, ടൈം, ഫാമിലി, എല്ലാം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് അവൻ അച്ചീവ് ചെയ്ത ലൈഫ് അത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ്. അത് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു ഹാപ്പിനെസ് തരും.
ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. കാരണം എന്താ വെച്ചാൽ യു ആർ ദ സം ഓഫ് ദ 5% യു ആർ സിറ്റിംഗ് വിത്ത്. നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവും നിങ്ങളുടെ കരിയർ. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്നതൊക്കെ ചടപ്പാടാ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണമൊക്കെ ചടപ്പാടാ. പഠനത്തിന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച് പറയണത്, +1 +2 ടൈമിൽ ഞാൻ അഡ്വൈസ് കൊടുത്ത അന്നത്തെ ആൾ പഠനത്തിൽ ഇനി ഫോക്കസ് ചെയ്തിരുന്നത്. ബട്ട് ആക്ച്വലി ഇൻ എനിത്തിങ്, എയിലായിക്കോട്ടെ, ഒരാൾ ഒരു ഫീൽഡിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കിതിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ചെയ്യുമ്പോൾ, എന്താ ബക്കറ്റിലിട്ട് വെച്ച ഞണ്ടുകളെ പോലെ, മുകളിലേക്ക് പോകുന്ന ഞണ്ടുകളെ വലിച്ച താഴത്തൊക്കെ ഇടുന്നത് പോലെ ചില ആൾക്കാരുണ്ടാവും. എന്താ ചെയ്യണേ, ഓ ഓൻ വലിയ ആൾ, ഓനത് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ഉണ്ടാക്കും, ചെന്ന് നിർത്തി പോയിക്കോ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ വലിച്ച് താഴത്തേക്ക് ഇടാൻ കുറേ ആൾക്കാരുണ്ടാവും. ജസ്റ്റ് കട്ട് ദം ഓഫ് ബ്രോ, കട്ട് ദം ഓഫ്. അങ്ങനത്തെ ഫ്രണ്ട്സിന് ആവശ്യമില്ല നമുക്ക്. ദ എയ്തർ ബിൽഡ് യു ഓർ ബ്രേക്ക് യു, അത്രേ ഉള്ളൂ. നല്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ, നല്ല സർക്കിളിലാണ് ഈ ഉള്ളതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിലൊക്കെ എന്താ ഉണ്ടാവുക, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവുക. ഓൻ കുറച്ച് മുമ്പൊക്കെ എത്തും, അപ്പോൾ ഓൻ കുറച്ച് മുമ്പൊക്കെ എത്തി കാണുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവൻ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യും, അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, അത് കാണുമ്പോൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ ലൈക്ക് അയൺ ഷാർപ്സ് അയൺ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ് നല്ല ഫ്രണ്ട്സുകൾ നല്ല സർക്കിൾ ഉണ്ടെങ്കിൽ അവിടെ സംഭവിക്കുക. എല്ലാവർക്കും ഗ്രോത്താണ് അവിടെ വരിക. പക്ഷെ ഒരു ഷിറ്റി സർക്കിളാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഫുള്ള് ക്രാബ്സ് ആണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ, നിങ്ങളും അതുപോലെ തന്നെ ആവും, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതായി വരും. സോ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ദം ഓഫ്. ഇറ്റ്സ് ബെറ്റർ ടു ബി അലോൺ ദാൻ ഇൻ എ ബാഡ് കമ്പനി. പിന്നെ പതുക്കെ നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ വരുമ്പോൾ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇവഞ്ച്വലി പിന്നീട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ലെവൽക്കുള്ള ആൾക്കാർ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും. പഴയ ആൾക്കാർ പോട്ടെ, ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഈ ഒരു 10 കാര്യമാണ് എനിക്ക് അന്ന് അറിയുന്നുണ്ടെങ്കിൽ, മേ ബി മൈ ലൈഫ് വിൽ ടേൺ ഔട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. കാരണം ഞാൻ അന്ന് മുതലേ ഒരുപാട് റിസ്ക്കുകൾ എടുത്തിട്ടുണ്ടാവും, സൈഡ് ഹസിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, നല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പ് വെച്ചിട്ടുണ്ടാവും. ഐ ഡിഡ്ന്റ് നോ ബാക്ക് ദെൻ ഈ സംഭവങ്ങളൊന്നും. സോ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ഏജ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ, ദിസ് വിൽ റിയലി ഹെൽപ്പ് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.